ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും ശരി, കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും ശരി, നമ്മുടെ ശബരിമല ഉത്സവമാണെങ്കിലും ശരി, അതെല്ലാം നമ്മളിപ്പോൾ കണ്ട ചെറിയ കുംഭമേള, അതുപോലെ വലിയ കുംഭമേള, അങ്ങനെ ഏത് ഉത്സവങ്ങൾ സനാതന ധർമ്മത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ ആന്തരികമായ അർത്ഥം പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണെന്നും മനുഷ്യനിൽ നിന്നും സനാതന ധർമ്മത്തിലേക്ക് ആചരിക്കാനുള്ള ഒരു വഴിയുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഇത് ഘട്ടം ഘട്ടമായി, അതായത് ദേവി ദേവത സാക്ഷാത്കാരം, അതിന് ശേഷം ഈശ്വര സാക്ഷാത്കാരം, നമ്മുടെ സ്ഥിതി ഈശ്വരനോളം ഉയരുക എന്നതിനു വേണ്ടി ഉള്ള ആചരണങ്ങൾ തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ, അതുപോലെ മറ്റ് സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. ശിവരാത്രി ആണെങ്കിലും ദേവീക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങളാണെങ്കിലും മറ്റ് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ, ശബരിമലയിൽ നടക്കുന്നത് എല്ലാം ഇതിനു വേണ്ടി തന്നെയാണെന്നുള്ള, അതായത് മനുഷ്യനിൽ നിന്നും ദേവത, ദേവതയിൽ നിന്നും ഈശ്വരീയ സാക്ഷാത്കാരം, ഈശ്വരാനുഗ്രഹത്തോടെ സനാതന ധർമ്മത്തിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഓരോരുത്തർക്കും പ്രാപ്തമാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നും, എന്നാൽ എല്ലാവർക്കും അത് ആയിത്തീരാൻ കഴിയൂല എന്നൊരു സത്യം കൂടെ ഉണ്ട്. അത് 33 കോടിയിൽ മാത്രം അത്രയും രീതിയിലേക്ക്